ഇതാണ് നമ്മുടെ കഥാനായകൻ, എന്റെ ഏട്ടൻ. ഏട്ടൻ ഇന്ന് പോവാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള പാക്കിങ്സ് ആണ് നിങ്ങൾ ഇത്രയും ദിവസം കണ്ടോണ്ടിരുന്നത്. നമ്മൾ തമ്മിൽ വിസിബിൾ ആയിട്ടുള്ള വലിയ കണക്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും അവൻ ശരിക്കും എന്റെ ഒരു കംഫർട്ട് സോൺ ആയിരുന്നു. ഒന്ന് പുറത്തു പോകണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിലോ ആദ്യം ഏട്ടന്റെ അടുത്തായിരിക്കും പറയും. അന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മറ്റേ തങ്കച്ചി പാസ് ഒന്നും ഇല്ലാട്ടോ. കൂടിപ്പോയാ ഒരാഴ്ച, അതിൽ കൂടുതൽ ഞങ്ങൾ കാണാണ്ട് വരുന്നിട്ടില്ല. കണ്ടാലും വലിയ വ്യത്യാസമൊന്നും ഇല്ലാട്ടോ. നമ്മൾ മറ്റേ ന്യൂട്രൽ ആയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പ്രകടിപ്പിക്കാൻ അറിഞ്ഞൂടാ, അതാണ് സത്യം. ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ ആഴ്ചയിൽ വീട്ടിലോട്ട് കെട്ടിയെടുക്കുന്നത് നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമൊന്നുമല്ല, ഏട്ടൻ്റെ അടുത്ത് 4 കുത്തിത്തിരിപ്പും കൂടി ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. ഇനി കാണണമെങ്കിൽ ഒരുപാട് ദിവസം എടുക്കല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ചെറിയ സങ്കടമൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ തീ കുരുത്തതാ, വെയിലത്ത് അങ്ങനെയൊന്നും വാടൂലെന്ന് ചേട്ടൻ അറിയാം. പക്ഷെ ഈ ഒരു മൊമെന്റിൽ ഞാൻ ശരിക്കും തകർന്നു പോയി. ഏട്ടൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു, പക്ഷെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എവിടെയാണെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കണം. ഒറ്റയ്ക്കാണെന്ന് ഒരിക്കലും ഫീൽ ചെയ്യാൻ പാടില്ല. അവിടെ എയർപോർട്ടിലാക്കിയിട്ട് തിരിച്ചു പോകുന്ന വഴി മൊത്തം എന്റെ മനസ്സ് ബ്ലാങ്ക് ആയിരുന്നു. ഇനി വീട്ടിൽ ചെന്ന ഒറ്റയ്ക്കാണല്ലോ എന്ന് ഓർത്തിട്ട്. എന്നാലും കുഴപ്പമില്ല, പോയിട്ട് വാ. ആൻഡ് ഐ എം വെയിറ്റിംഗ് ഹിയർ ഫോർ യു.